ഒരു വ്യക്തിയുടെ ജീവിതത്തിന് ഒരു അറുതിയില്ലേ, ഒരു തീർച്ചയില്ലേ? ആ പള്ളിയും എടുത്ത് കാന്തപുരം ഉസ്താദ് ഖബറിൽ കൊണ്ടുപോകുമോ? അത് ഈ രാഷ്ട്രത്തിന് മുതൽ കൂട്ടല്ലേ, ഈ രാജ്യത്തിന് മുതൽ കൂട്ടല്ലേ? രണ്ടാമത് ഞാനെന്ന് ചോദിക്കട്ടെ, നിങ്ങളെ മർക്കസൊക്കെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് വരാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോ, ഒക്കെ ഞങ്ങൾക്കുള്ളതാണ്, ഞങ്ങൾക്ക് കിട്ടും അതൊക്കെ എന്ന് നിങ്ങൾ എന്നെ പ്രസംഗിച്ചിട്ടില്ലേ എസ്കക്കാരാ? എന്നാൽ അതൊന്ന് അധ്വാനിച്ച് മൂപ്പരുണ്ടാക്കിയാൽ നിങ്ങൾക്കല്ലേ അത് കിട്ടാൻ പോകുന്നതെന്ന് അങ്ങനെയെങ്കിലും ഒന്ന് ചിന്തിച്ചുകൂടെ? പിന്നെ കാന്തപുരത്തിന് കുറെ പള്ളിയില്ലേ, എത്തിങ്ങാനല്ലേ, മർക്കസില്ലേ, എന്താ ചെയ്യാം? ഒരു പ്രശ്നമല്ല ഉണ്ടാകട്ടെ, അതൊക്കെ നമുക്കുള്ളതാ. ഇതിപ്പോ പോകും, ഫീസൂരി ഒലിച്ചു പോകാനുള്ളതാ, അണഞ്ഞു പോകാനുള്ളതാ. ഈ മർക്കസുകളും ഈ അനാഥശാലകളും ഈ പള്ളികളും ഈ സ്ഥാപനങ്ങളും ഇൻഷാ അല്ലാഹ് ആദർശത്തിന്റെ സത്യത്തിന്റെ അടിത്തറയിൽ പടുത്തുയർത്തിയ സമസ്ത കേരള ജംഇയ്യത്തുൽ തണലിൽ വരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങൾ നോക്ക്, ഇവർ ഇതിനെ എതിർക്കേണ്ടതുണ്ടോ? ഉണ്ടാക്കട്ടെ എന്നല്ല നിങ്ങൾ വിചാരിക്കണ്ടേ, നിങ്ങൾക്ക് കിട്ടാനുള്ളതല്ലേ ഇത്? അപ്പൊ നിങ്ങൾ ഇതിനെതിരെ എന്തിന് ശബ്ദിക്കണം? ഞങ്ങൾക്ക് മനസ്സിലായി.